എന്റെ പൊന്നു കോൺസ്റ്റബിൾ വനജേ, നീ ഇങ്ങനെ എന്നെ സല്യൂട്ട് ചെയ്യരുത്. എടി, എനിക്ക് 2 മക്കളാ. ഈ മാസം ശമ്പളമെങ്കിലും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. സാറ് വനജയെ കുറിച്ച് അങ്ങനെ പറയരുത്. വനജ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉള്ളത് നമുക്ക് എന്ത് ഗുണമാണെന്നറിയാം. എന്ത് ഗുണമാണോ? എന്റെ പൊന്ന് സാറേ, ജീപ്പും പിടിച്ച് വീട്ടിൽ ചെന്ന് ഒപ്പിടാൻ പാടാന്ന് പറഞ്ഞ് വിളിച്ചാൽ വരാത്ത പ്രതികൾ ദിവസം 4 പ്രാവശ്യമാണ് വന്ന് ഒപ്പിട്ടിട്ട് പോകുന്നത്. പിടികിട്ടാ പുള്ളികൾ വരെ തെരഞ്ഞു പിടിച്ച് വന്ന് ഒപ്പിട്ടിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്ത് ഗുണം വേണ്ട താനെ? കാരണം എന്താ, നമ്മുടെ വനജ മാഡം ഈ കണക്കിന് പോയാ ഞാനും ഒപ്പിടേണ്ടി വരും. എവിടെ സാറേ? എന്റെ ഭാര്യയുടെ ഡൈവേഴ്സ് നോട്ടീസ്. മുന്നോട്ട് കയറിക്കേ. മര്യാദക്ക് സല്യൂട്ട് ചെയ്യേ. ഞാൻ സല്യൂട്ട് ചെയ്യണോ സാറേ? സാറേ, എന്റെ ഈ മാസത്തെ ശമ്പളം പോയി. എടോ, എന്തോ എന്നെ ചെയ്യാനാ സാറേ? സല്യൂട്ട് ഇങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്യും. സാറേ നമസ്കാരം. നമസ്കാരം. എനിക്കൊരു പരാതി പറയാനുണ്ട്. എന്ത് പരാതി? ഈ മനുഷ്യൻ എനിക്ക് ചെലവിന് തരുന്നില്ല. എന്താടാ ചെലവിന് കൊടുക്കാത്തെ? എന്റെ പൊന്ന് സാർ, ഇവിടെ കണ്ടാ തോന്നുന്നു ചെലവിന് കൊടുക്കില്ല. 4 പറ ചോറ് ഒറ്റ ഇരിപ്പിൽ നിന്ന് തീർക്കും. നോ സാർ. ശരിയാണോടി? യെസ് സാറേ. നോ സാറേ. യെസ് സാറേ. നോ സാറേ. യെസ് സാറേ. ഏതാടാ ഈ സാറാ? അയ്യോ സാറേ, അവര് സാറാന്ന് വിളിച്ചതല്ല, പിന്നെ സാറിനെ സാറേ എന്ന് വിളിച്ചതാ. അപ്പൊ ബഹുമാനമുണ്ട് അല്ലേ? ഓക്കെ, ഇങ്ങോട്ട് മാറിക്കടാ. കേറിക്കേ. സാറേ, എന്നും കള്ളു കുടിച്ച് വന്നിട്ട് എന്നെ ഉപദ്രവിക്കും. ഇങ്ങോട്ട് മാറിക്കടാ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. പിടിക്കോ. അയ്യോ ഇടി സാറേ അങ്ങോട്ട്. അങ്ങനെ സാറേ അനുഗ്രഹിക്കണം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അതറിയോ സാറേ? സാർ ഇപ്പൊ ചെയ്തെന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന വിചാരം. ഞാനെന്താ നോക്കി നിൽക്കുന്നത്? അല്ല, ഞാൻ ഇവിടെ അങ്ങോട്ട് പോയി തോമാക്ക് 2 ഇടി കൊടുത്ത് തെളിവെടുക്കണോ? ശരി സാർ. അവനെ കൂടി തത്ത പറയിപ്പിന്ന് പറയിക്കണം. ശരി സാർ. ബാക്കി പറ. സാറേ, കഷ്ടപ്പെട്ട് ഞങ്ങളൊരു വീട്, ഞങ്ങളല്ല എന്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് ഒരു വീട് വെച്ചു. പിന്നെ അതെ, അപ്പൊ ഇങ്ങേര് പറയാണേ ആ വീടിനെ പനയിൽ വീടെന്ന് പേരിടാന്ന്. എടോ, ഈ എസ് കുറ്റിക്കാടൻ വീടുള്ളപ്പോൾ എന്ത് കുറ്റിക്കാടൻ കേട്ടോടി, ഒരു എസ് ഐക്ക് കുറ്റിക്കാടെന്ന് പേരിടാങ്കി പിന്നെ നമുക്ക് പനയിൽ വീട് നിട്ട് എന്താ കുഴപ്പമോ? കണ്ടോ അഹങ്കാരമാ സാറേ. ഈ പനയിലൊക്കെ താമസിക്കാൻ ഞാൻ വലിയ യക്ഷിയാണോ? ഞാൻ പറഞ്ഞു എന്റെ പേര് ആ വീടിനിടാൻ. എന്താ നിന്റെ പേര്? ആര്യഭവനം എന്നിട്ട നല്ലതല്ലേ? എന്റെ സാറ് ആര്യഭവൻ എന്നൊക്കെ കണ്ട തമിഴന്മാർക്ക് രാവിലെ തന്നെ കേറി വന്ന് മസാല ദോശയും വടയും ചോദിക്കൂലേ? എന്നാ പിന്നെ അത് പോട്ടെ, ആ വീട്ടിൽ താമസിക്കണത് ഞാനല്ലേ. അപ്പൊ എന്റെ ഒരു സൗന്ദര്യമൊക്കെ വെച്ചിട്ട് അരയന്നങ്ങളുടെ വീട് നിട്ടാ പോരെ സാറേ? അതൊന്ന് പറയിടാൻ പറ സാറേ. അരയന്നങ്ങളുടെ വീട്. എന്റെ പൊന്നേ സാറേ, കൂമങ്കൂട് നിടല്ലേ നല്ലത്. എടാ, നിങ്ങളുടെ ഈ പ്രശ്നം തീർക്കാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങൾ പുറത്തു പോകും. എന്നാ പാടി വേറെ സ്റ്റേഷനിൽ പോകാം. എന്റെ പരാതി. അല്ല സാർ, ഒരു സംശയം. ഈ റിക്രൂട്ട്മെന്റ് സമയത്ത് സാറിന് ഏത് സ്കെയിൽ വെച്ചാണെന്ന് എന്തോ ഒരു ഹൈറ്റാ സാർ. വലിയ കാര്യമുണ്ടോ അതിന്റെ?